റമദാൻ ഈത്തപ്പഴ വിപണിയിൽ ഇത്തവണ ബഹിഷ്കരണ ചൂട്. ഡിമാൻഡേറിയ ഇസ്രായേൽ ഈത്തപ്പഴങ്ങളാണ് ഇത്തവണ വ്യാപാരികൾ ഒന്നടങ്കം ബഹിഷ്കരിച്ചത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയാണ് റമദാൻ വിപണിയിലെ ഈത്തപ്പഴ വിപണിയിൽ വലിയ ചലനം സൃഷ്ടിക്കുന്നത്. ഈത്തപ്പഴ മൊത്തക്കച്ചവടക്കാരും ചെറുകിട കച്ചവടക്കാരും ഒന്നടങ്കം ഇസ്രായേൽ ഈത്തപ്പഴത്തിൻ്റെ വിൽപ്പന നിർത്തിവച്ചിരിക്കുകയാണ്. ഇസ്രായേലി മെഡ്ജൂൾ ഈത്തപ്പഴത്തിന് വൻ ഡിമാൻഡാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇത്തവണ ഈത്തപ്പഴ മൊത്ത കച്ചവട കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ഈത്തപ്പഴങ്ങളുടെ ബഹിഷ്കരണ ആഹ്വാനവുമുണ്ട്. പ്രാരംഭഘട്ടമായതുകൊണ്ട് ആളുകൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ ഈത്തപ്പഴം മാർക്കറ്റിൽ ഇറക്കാൻ ഇപ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായ കഴിഞ്ഞ വർഷം ഒരു 42 ഐറ്റം വ്യത്യസ്തമായ ഈത്തപ്പഴം നമ്മൾ പല മാർക്കറ്റുകളെ സ്വരൂപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇപ്രാവശ്യം ആ കഴിഞ്ഞ വർഷം ഇറക്കിയ പഴങ്ങൾ ഒരുപാട് നമ്മൾ ഇപ്രാവശ്യം എടുക്കാതെ പോയിട്ടുണ്ട്. ഇസ്രായേലിലെ ഒരുപാട് പഴങ്ങൾ ഇപ്രാവശ്യം നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. കാരണം പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്ന ഒന്നായതുകൊണ്ട് അത് മാർക്കറ്റിൽ കൊടുന്ന് വിൽക്കാനുള്ള ഒരു മാനസിക പ്രയാസം ഉള്ളതുകൊണ്ട് ഒരുപാട് നല്ല ഈത്തപ്പഴങ്ങളുണ്ട് ഇസ്രായേലിൻ്റെ. അത് നമ്മൾ ഇപ്രാവശ്യം എടുത്തിട്ടില്ല. അതല്ലാത്ത ഈത്തപ്പഴങ്ങൾ മൊത്തം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 70 രൂപ മുതൽ 1800 രൂപയുള്ള പഴങ്ങൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക സ്വരൂപിച്ചിട്ടുണ്ട്. അത് ഏത് ആളുകൾക്കും, സാധാരണക്കാർക്കും അതുപോലെ അതിനേക്കാൾ ഉയർന്ന ആളുകൾക്കും മധ്യമായി നിൽക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രൂപത്തിൽ ഈത്തപ്പഴം ഇപ്രാവശ്യം സ്വരൂപിച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്നുള്ള വാർഷിക ഈത്തപ്പഴ കയറ്റുമതിയുടെ 1/3 റമദാൻ മാസത്തിലാണ് നടക്കുക. 80ഓളം ഈത്തപ്പഴമാണ് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാകുന്നത്. അജ്വ, ശുക്രിയ, സഫാവി, എലൈറ്റ്, തുനീഷ്യ, മറിയം, നബാട്ട, ബറാറി, ഇംതിയാസ്, അൽജീരിയ ഫിറ്റ്, ഫറാജ്, ഡിലൻ, ഇഹ്സാൻ തുടങ്ങി ഈത്തപ്പഴങ്ങൾക്ക് ഇപ്പോൾ വിപണിയിൽ ഡിമാൻഡ് ഏറെയാണ്. മറ്റ് ഇസ്രായേൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലെ കുറവ് നേരിയ തോതിൽ മാത്രമാണ് ബാധിച്ചതെങ്കിലും ഈത്തപ്പഴ വിപണിയെയാണ് ബഹിഷ്കരണം കാര്യമായി ബാധിച്ചത്. NCV ന്യൂസ്, പൊന്നാനി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും ഉത്സവവും മാർച്ച് 14 മുതൽ 24 കൂടി. ദ്രവ്യകലശം മാർച്ച് 14 മുതൽ 17 വരെ. കൊടിയേറ്റം മാർച്ച് 17 രാത്രി 7:30. ഉത്സവ ബലി മാർച്ച് 22. പള്ളിവേട്ട 23. ആറാട്ട് മാർച്ച് 24 ഞായറാഴ്ച. ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഭാഗമായി മാർച്ച് 22 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് പ്രശസ്ത സിനിമാ താരം ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിക്കുന്ന നൃത്തം ആഘോഷം ഉണ്ടായിരിക്കും. ഏവരെയും ക്ഷേത്രസന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു.